നാടകീയ സംഭവങ്ങളാണ് നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിന് പോലീസ് എത്തിയപ്പോൾ സംഭവിച്ചത്. രാവിലെ മുതൽ നമ്മൾ അത് കണ്ടതാണ്. ഉദ്യോഗസ്ഥരെ കുടുംബം തടഞ്ഞു. കല്ലറയ്ക്ക് സമീപം 3 പേർ ഇരുന്ന് പ്രതിഷേധിച്ചു. കുടുംബത്തെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കേണ്ടി വന്നു. പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും കുടുംബത്തിന് പിന്തുണയുമായി എത്തുകയും ചെയ്തു. കല്ലറ പൊളിക്കുന്നതിൽ നാളെയാണ് അന്തിമ തീരുമാനമെടുക്കുക. ഈ കേസിന്റെ സാഹചര്യമാണ് ആദ്യം പരിശോധിക്കുന്നത്. ദുരൂഹ സമാധി എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് തുടക്കം മുതലേ തന്നെ നമ്മൾ പറയുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ദുരൂഹത കൂടി വരികയല്ലാതെ ഇതിലൊരു എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലാണ് നാളെ ഒരു തീരുമാനമാകാൻ പോകുന്നത്. ആദ്യം ഈ സംഭവത്തിലെ ദുരൂഹതകൾ നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാവിലെ, അതായത് ഇദ്ദേഹം സമാധിയായി എന്നുള്ളൊരു പോസ്റ്റർ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഈ കല്ലറയിൽ ഇരുന്ന് സമാധിയായി അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോപന്റെ മൂത്ത മകൻ വരുന്നത്. പിന്നീട് വലിയ സംശയങ്ങൾ ഈ വീട്ടുകാരുടേത് ഭയങ്കര പരസ്പര വിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ ഇല്ലെങ്കിൽ മൊഴികളൊക്കെയായിരുന്നു. മാധ്യമങ്ങൾ സംസാരിക്കുമ്പോഴും നാട്ടുകാരുടെയും പിന്നീട് പോലീസ് ഇടപെട്ടപ്പോൾ അപ്പോഴുമൊക്കെ വൈരുദ്ധ്യങ്ങളായിരുന്നു മൊഴികളിൽ. മൂത്ത മകൻ പറയുന്നതല്ല ഇളയ മകൻ പറയുന്നത്, അതല്ല മറ്റ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. അങ്ങനെ പരസ്പര വിരുദ്ധമായൊരു മൊഴിയായിരുന്നു. പിന്നീട് അപായപ്പെടുത്തി എന്ന് നാട്ടുകാർക്ക് സംശയം വരികയും ഇല്ലെങ്കിൽ ഇയാളെ കാണാനില്ല എന്ന തരത്തിൽ നാട്ടുകാർക്ക് വലിയ സംശയം വരികയും ഈ മകനും അച്ഛനും തമ്മിൽ വലിയ പ്രശ്നം അവിടെ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോലീസിലേക്ക് ഈ നാട്ടുകാർ എത്തുന്നത്. അപ്പൊ ഈ കാണാനില്ല എന്നുള്ള നാട്ടുകാരുടെ പരാതിയിലാണ് പിറ്റേ ദിവസം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഈ സംഭവത്തിലേക്കുള്ള ഈ ദുരൂഹത ഏറിയ കേസിലേക്കുള്ള പോലീസിന്റെ എത്തൽ. പിന്നീടാണ് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള തീരുമാനം വരുന്നത്. കാരണം അത്രയേറെ ദുരൂഹത അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഇത് സമാധിയായത് കല്ലറയിൽ പോയിരുന്നതിന് ശേഷമാണ് സമാധിയായത്, മരണപ്പെട്ടത് എന്ന് പറയുന്നു. മരണപ്പെട്ടതിന് ശേഷം അവിടെ വെച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് ഈ ആളുടെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളിലേക്ക് എത്തേണ്ട പോലീസിന്റെ ആവശ്യം വന്നത്. പിന്നീട് കലക്ടറിന്റെ അടുത്തേക്കാണ് ആ കാര്യങ്ങൾ എത്തുന്നത്. കലക്ടർ തീരുമാനിക്കുന്നു, കോൺക്രീറ്റ് പൊളിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഇന്ന് അവിടെ എത്തിയപ്പോഴാണ് ഇത്തരം നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ, ഇന്ന് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും ഷിജോ കുര്യൻ ചേരും. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയപ്പോൾ അസാധാരണമായിട്ടുള്ള നാടകീയ സംഭവങ്ങളാണ് ഇന്ന് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ മക്കളായിട്ടുള്ള രാജസേനനും സനന്ദനും ഭാര്യ സുലോചനയും ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ട് ഒരു തരത്തിലും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ആദ്യം മുതൽ തന്നെ ഇന്ന് രാവിലെ അവിടെ ചെന്ന് ഈ പറയുന്ന കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രതികരണം എടുത്തപ്പോൾ മുതൽ അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം ഇവിടെ അടക്കം ചെയ്തതാണ്, അതായത് സമാധി ഇരുത്തിയതാണ്. അവർ സംസ്കരിച്ചു എന്ന് പോലും അല്ലെങ്കിൽ അവിടേക്ക് അടക്കം ചെയ്തു എന്നുള്ള പ്രയോഗമല്ല അവർ നടത്തുന്നത്. അവരുടെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം പുത്രധർമ്മം അനുസരിച്ചുകൊണ്ട് അവിടെ സമാധി ഇരുത്തുകയാണ് ചെയ്തത് എന്നുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. ആ സമാധി പീഠം പൊളിച്ചുകൊണ്ട് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് ആ കുടുംബം തുടക്കം മുതൽ സ്വീകരിച്ചത്. എന്നാൽ ഉദ്യോഗസ്ഥർ വന്നതിന് പിന്നാലെ ഇത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണം എന്നുള്ള നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇത് പൊളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന 3 ആളുകൾ, ഈ മരണപ്പെട്ട ഗോപൻ സ്വാമിയുടെ മക്കളും മറ്റ് ബന്ധുക്കളും ഈ കല്ലറയ്ക്ക് സമീപം വന്ന് ചേർന്നിരുന്നുകൊണ്ട് ഒരു തരത്തിലും അവർ അവിടുന്ന് പോകാതെ വന്നതോടുകൂടിയാണ് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് പിന്നീട് അവിടുന്ന് നീക്കിയത്. അവരെ ബലം പ്രയോഗിച്ച് നീക്കിയതിന് പിന്നാലെ ഇവർക്ക് പിന്തുണയുമായിട്ട് വിശ്വ ഹിന്ദു പരിഷത്തും അതുപോലെ ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വരുന്ന സാഹചര്യം കണ്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഇതിനകത്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. മാൻ മിസ്സിങ്ങിന് കേസെടുത്താണ് പോലീസ് ഈ അന്വേഷണം ആരംഭിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും നാട്ടുകാർ പരാതിയിൽ ഉന്നയിച്ചത് ഗോപൻ സ്വാമി എവിടെയാണ്, അദ്ദേഹത്തിന് എന്ത് പറ്റി, ഇക്കാര്യങ്ങൾ നാട്ടുകാർക്ക് അറിയണം. ഒരു സുപ്രഭാതത്തിൽ വീടിന് സമീപത്തായിട്ട് ഒരു പോസ്റ്റർ പതിച്ചു ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് മരണപ്പെട്ടത്, ഇവർ സമാധി ഇരുത്തി എന്ന് പറയുന്ന ഈ കല്ലറയ്ക്കുള്ളിൽ ഗോപൻ സ്വാമി ഉണ്ടോ, ഇക്കാര്യങ്ങൾ അറിയണം എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. അപ്പോൾ അതൊക്കെ പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് ഉദ്യോഗസ്ഥർ കല്ലറ പൊളിക്കാൻ വേണ്ടി എത്തിയത്. അപ്പോൾ കല്ലറ പൊളിക്കാൻ ഒരു തരത്തിലും ഈ പറയുന്ന കുടുംബക്കാർ തയ്യാറായില്ല. അതിന് പോലീസിനെയും ജില്ലാ കളക്ടറെയും അല്ലെങ്കിൽ സബ് കളക്ടറെയും ആർ ഡി ഒക്കൊന്നും വഴങ്ങാൻ ഈ കുടുംബം തയ്യാറായില്ല.
പിന്നീട് ഇവർക്ക് പിന്തുണയുമായിട്ട് മറ്റു പല ആളുകൾ കൂടി എത്തിയതോടുകൂടി മുഖാമുഖം നിന്നുകൊണ്ട് രണ്ട് സംഘടന, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഈ കുടുംബം, മറുഭാഗത്ത് നാട്ടുകാർ, അങ്ങനെ ഒരു വർഗീയ ചെറുതിരിവിലേക്ക് BJP ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ് എന്ന് നാട്ടുകാർ അടക്കം ആരോപണം ഉന്നയിക്കാൻ തുടങ്ങി. അതായത് വിശ്വ ഹിന്ദു പരിഷത്തിനെയും ഹിന്ദു ഐക്യവേദിയെയും ഈ കുടുംബത്തെ ഇവർക്കൊപ്പം കൂട്ടിക്കൊണ്ട് ഈ കുടുംബം ഈ വിശ്വ ഹിന്ദു പരിഷത്തിനൊപ്പവും ഹിന്ദു ഐക്യവേദിക്കൊപ്പം നിൽക്കുന്നു. അപ്പോൾ BJP ഇതിലൂടെ ഒരു വർഗീയ ചീട്ടിറക്കി കളിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഏറ്റവും ഇതിലെ അപകടം പിടിച്ച കാര്യം. കാരണം രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാൻ പോലും സമ്മതിക്കാത്ത തരത്തിൽ, ഇല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് പോലും പിൻവാങ്ങി തിരിച്ചു പോകേണ്ട അവസ്ഥയിലേക്ക് ഈ കാര്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ശ്രീ KG സൈമൺ, നമുക്കറിയാം നിരവധി കേസുകൾ, 50-ലധികം കേസുകളാണ് അദ്ദേഹം ഈ പറഞ്ഞ കുറ്റാന്വേഷണ ചുരുളുകൾ അയച്ചിട്ടുള്ള ആളാണ്. കൂടത്തായി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അന്വേഷണവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ സമീപകാലത്ത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു നമ്മളോടൊപ്പം ചേരും. ഞാൻ ആദ്യം ശ്രീ KG സൈമണിലേക്ക് പോകുന്നു. സർ, ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന്റെ നിയമത്തെയും, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും കേരളത്തിൽ ഇത് ആവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട് സാർ മനസ്സിലാക്കുന്നത്, അതായത് ജീവനോടെ കോൺക്രീറ്റ് അറയിൽ സംസ്കരിച്ചോ എന്നുള്ളതിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ അത് കൊലപാതകമായി മാറും. ഈ കേസുമായി ബന്ധപ്പെട്ട് സാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ്. ഞാൻ ഇപ്പൊ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. എങ്കിലും പറയാണ്, നമ്മള് വിശ്വാസമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ നിയമസംഹിതയും ഈ രാജ്യത്തുണ്ട്. അവർ വിശ്വാസം സമ്മതിക്കുന്നു, പക്ഷേ നിയമസംഹിതയുണ്ട്. നിയമസംഹിതയെ കൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ പല സംഭവങ്ങളും നമുക്ക് ട്രാൻസ്പെറന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പം പറയുന്ന പോലെയാണെങ്കിൽ തന്നെയും ഈ സമാധി ഇരുത്തി എന്ന് പറയുന്ന ഗോവൻ സ്വാമിയുടെ കാര്യത്തിൽ സമാധി ഇരുത്തിയ സ്ഥലവും ഈ കാര്യങ്ങളെല്ലാം അവരൊരു ട്രാൻസ്പെറന്റ് ആയിട്ട് പോയിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരു വിശ്വാസമൊക്കെ സമ്മതിക്കുന്നു, പക്ഷേ അവർക്ക് ഒരു അമ്പലമുണ്ട്, അതോടൊപ്പം തന്നെ സമാധി എടുത്തിട്ടുണ്ട്. പക്ഷെ നിയമപരമായിട്ട് നോക്കുമ്പോൾ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കാതിരിക്കാൻ പറ്റാതെ വരും, കേസെടുക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം സ്വാമിയാണെങ്കിലും അതല്ല സാധാരണ പൗരനാണെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് ദേവദ്രം ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിയമസംഹിത അനുസരിച്ച് സ്റ്റേറ്റിന് എതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ടാണ് വരുന്നത്. അതായത് പോലീസാണ് അതിൻ്റെ അകത്ത്, സ്റ്റേറ്റിന് റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനാണ് അതിന്റെ വാദിയായിട്ട് വരുന്നത്. നേരെ മറിച്ച് സിവിൽ കേസാണെങ്കിൽ അങ്ങനെയല്ല. സിവിൽ കേസാണെങ്കിൽ അതങ്ങനെയല്ല വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. സ്റ്റേറ്റിന് ഒരു കാരണവശാലും നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഭക്തന്മാരുണ്ട് എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഇവര് സ്വന്തക്കാരുണ്ട് എന്നുള്ളത് അറിയാം. ഇതെല്ലാം ഉണ്ട്. ചിലപ്പോൾ ഇവർ പറയുന്ന പോലെ ചിലപ്പം മറ്റ് സംഘടനയുള്ള ആൾക്കാരും മറ്റു മതസ്ഥരായ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് ഊതിപ്പെരിപ്പിച്ച് അതിന് മറ്റു തരത്തിൽ കൊണ്ടുപോകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്, അവർക്കെല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയേണ്ടതായിട്ടുള്ളത്, അവിടെ ഒരു അമ്പലം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ അതൊന്നും പറയാനായിട്ട് പറ്റുന്ന കാര്യമല്ല. സാറിന് ഇതിലെ ദുരൂഹത എവിടെയാണ് തോന്നുന്നത്? കാരണം നമുക്കിപ്പോ ആദ്യം ഈ കേസ് ഫസ്റ്റ് ഡേ കേട്ടപ്പോൾ തന്നെ ഇതിൽ മരണവിവരം ആരെയും അറിയിച്ചില്ല, മൃതദേഹം ആരും കണ്ടിട്ടുമില്ല. അപ്പം ഒരു പോസ്റ്ററിലൂടെയാണ് തൊട്ടടുത്ത വീടുകളിലുള്ളവർ പോലും ഈ മരണവിവരം അറിയുന്നത്. അപ്പൊ അവിടെ മുതൽ ഇതിന്റെ ദുരൂഹത തുടങ്ങുകയല്ലേ? ഒരു വിശ്വാസമാണെങ്കിൽ പോലും അത്ര ദുരൂഹമായിട്ട്. തീർച്ചയായിട്ടും. കാരണം അവര് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം, എന്ത് വിശ്വാസമാണെങ്കിലും അതിന് ഒരു മക്കൾ മാത്രം അറിയാൻ പാടുള്ളൂ, അമ്മ മാത്രം അറിയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ആൾക്കാർ ആര് ചിന്തിച്ചാലും അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട് ഇപ്പോഴും, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ മറ്റുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഉള്ളപ്പോൾ അവരോട് ആരോടെങ്കിലും ഇവർക്ക് പറയാമായിരുന്നു. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാവുന്ന കാര്യമാണ്, ഒരാളിങ്ങനെ ഞാൻ ഇന്ന് മരിക്കുമ്പോൾ എന്നെ ഇതുപോലെ അടക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ദഹിപ്പിക്കണം എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ അതെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ട് മക്കളാണെങ്കിൽ പോലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയും, ഇതേ എൻ്റെ പിതാവ് ഇങ്ങനെ മരിക്കാൻ പോവുകയാണ്, മരിക്കുമ്പോൾ ആരും വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ പറയും. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് മരിച്ചു കഴിഞ്ഞിട്ടല്ല പറയുന്നത്.
മരിക്കുന്ന മുമ്പ് തന്നെ എല്ലാവരും പറയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം. പിന്നെ സ്വാമിമാര് ഇപ്പൊ സമാധി ഇരിക്കുക എന്നുള്ളത്, സമാധി ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സ്വാമിയെ അത് വിശ്വാസത്തെ ഞാൻ എതിർക്കുന്നില്ല. കാരണം ഓരോരുത്തർ സ്വാമിയാർ മരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം അവരവരുടെ കാര്യത്തിലാണ്. പക്ഷെ ഇതിനൊരു പരിഹാരം വേണം, ഒരു പരിഹാരം വേണം. ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നിയമ സംവിധാനത്തിനൊന്നും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ലാത്തതുപോലെ അവിടെ ഒരു പ്രതിഷേധമായിരുന്നു. അതിന് സ്വാഭാവികമായിട്ടും അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇടപെടലുണ്ടാവും. ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇന്നാണ് മുൻനിരയിലേക്ക് വന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വിശ്വാസത്തിന്റെ പുറത്ത് സർ അവിടേക്ക് നിയമത്തിനെ കടത്തിവിടാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് അത് എത്രത്തോളം പരിതാപകരമാണ്, അത് എത്രത്തോളം അപകടകരമാണ് നമ്മുടെ സാഹചര്യത്തിൽ? അത് ഞാൻ പറയാം. അതായത് നമുക്ക് ഈ എക്സ്ഹ്യൂമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പലരെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പൊ എനിക്ക് തന്നെ അനുഭവമുള്ള കാര്യങ്ങൾ പലതുണ്ട്. ഞാൻ ധാരാളം എക്സ്ഹ്യൂമേഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയായിട്ട് പറയാണ്. ഏറ്റവും അവസാനം 6 ബോഡി ഒരുമിച്ച് നമ്മൾ എക്സ്ഹ്യൂമേഷൻ നടത്തിയതാണ്. ഞാനും കളക്ടറും 10-60 ആൾക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ എന്ന് പറയുമായിരുന്നു, അച്ഛനോട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 6 ഡെഡ് ബോഡി എക്സ്ഹ്യൂമേഷൻ നടത്താൻ പോകുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം, ഇനി ഇവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം, അതിന് പരിഹാരക്രിയകൾ എന്തെങ്കിലും കാണും. ഇവർ പറയുന്ന ആണെങ്കിൽ തന്നെയും അവർക്ക് എന്തെങ്കിലും പരിഹാരക്രിയകൾ ചെയ്യാന്ന് മാത്രമുള്ള ഒരു മറ്റൊരു വിധം എന്ന് പറയുന്നത് വീട്ടുകാർക്ക്. അല്ല, എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ആണ് മുന്നോട്ട് വരുന്നത്. ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരാൾ കൊടുക്കുന്ന പരാതിയല്ല പിന്നെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്റ്റേറ്റിന്റെ ആയിട്ട് ഒരു ഉത്തരവാദിത്വമായിട്ട് വരികയാണ്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. ആ സ്റ്റേറ്റ് നോക്കിയാൽ പറ്റും. ആ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്നതിലേക്ക് വരാം. സർ, നേതാക്കളിലേക്ക് വരാം. ഡോക്ടർ ഷേർലി വാസു ചേരുന്നുണ്ട്. നമുക്കറിയാം ഇതുപോലെ തന്നെ നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടർ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇവിടെ ആകെ നമുക്ക് ഇപ്പം മരണപ്പെട്ടത് എപ്പോൾ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം ഇതിനകത്ത് ഈ കോൺക്രീറ്റിനകത്ത് വെച്ചതിന് ശേഷമാണോ ഈ സമാധിയായി എന്ന് പറയുന്നതിൽ ഇവരുടെ മൊഴികളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. ഇവർ പലരും പലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മരണപ്പെട്ടതിന് ശേഷമല്ല അതിൽ വെച്ച് നടച്ചെങ്കിൽ അതൊരു കൊലപാതകമായി മാറും. അപ്പോൾ ആ കേസിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ്. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? പോസ്റ്റ്മോർട്ടം അല്ല, ആക്ച്വലി ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയില് RBD ആക്ട്, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട്, അതിപ്പോ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, മാരേജ് ആൻഡ് ഡെത്ത് ആക്ട് എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. 2023. ഇത് 1969 മുതൽ ഇന്ത്യയില് മരണങ്ങളും ജനനങ്ങളും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയുണ്ട്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. ഇത് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ് നമ്മൾ അവസാനം ഇത് എത്തുക. ഇന്ത്യക്കാരായിട്ടുള്ളവർ എങ്ങനെ മരിച്ചു എന്ന് അറിയാനുള്ള ഒരു സംവിധാനമാണ് ഇത്. നിയമപരമായ സംവിധാനമാണ്. ഇതനുസരിച്ച് ഒരാള് സ്വാഭാവികമായിട്ട് മരണപ്പെട്ടാൽ ചികിത്സിച്ച ഡോക്ടർ, അതായത് 7 ദിവസത്തിനകം ഈ രോഗിയെ പരിശോധിച്ചിരിക്കണം. മരണകാരണം ചികിത്സിച്ച ഡോക്ടർക്ക് നിശ്ചയം ഉണ്ടാവണം. അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നും ഡോക്ടർക്ക് ഉറപ്പുണ്ടാവണം. അങ്ങനെയുള്ള സമയത്ത് ഡോക്ടർമാര് ഈ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ നേരിട്ട് ഇത് പഞ്ചായത്ത് വഴി രജിസ്ട്രാർക്ക് അയച്ചു കൊടുത്തിട്ടാണ് മരണം രജിസ്റ്റർ ചെയ്യപ്പെടുക. ഇനി അത് ആസ്പത്രിയിലോ ഡോക്ടറുടെ നേരിട്ടുള്ള ചികിത്സയിൽ ഇരിക്കുന്ന സമയത്ത് അല്ലാത്ത രോഗികൾ മരിച്ചു കഴിഞ്ഞാല് ഗൃഹസ്ഥൻ ആരാണോ ആ വീടിലെ സീനിയർ പേഴ്സൺ ആയിട്ടുള്ളവർ, അഥവാ ഹോസ്റ്റലുകള് സ്ഥാപനങ്ങളാണെങ്കിൽ സ്ഥാപന മേധാവി, ഹോസ്റ്റൽ വാർഡൻ, അങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബനാഥൻ ആരാണോ ഇദ്ദേഹം ഇത് ഫോം 4A വഴിയായിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്യുക. ആസ്പത്രികളിൽ ഫോം 4 ആണ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഓഫ് കോസ് ഓഫ് ഡെത്ത്. അപ്പൊ അത് സർട്ടിഫൈ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം സ്വാഭാവികമാണ് എന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. നിയമപരമായി പിന്നീട് മറ്റൊരാൾക്കും അതിനകത്ത് താല്പര്യം ഉണ്ടാവാനുള്ള കാര്യമില്ല. നിയമത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഉറപ്പാക്കുന്നത് എന്താ വെച്ചാൽ വൃദ്ധർ, നിരാലംബർ, മാനസിക രോഗികൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉൾപ്പെടെ, അതായത് വരുമാനം ഇല്ലാത്തവർ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഭാരമായിട്ടുള്ളവരൊക്കെ ഉൾപ്പെടുന്നവരാണ് നമ്മുടെ സമൂഹം. അങ്ങനെയുള്ളവർക്കും ചികിത്സ ഉറപ്പാക്കാനും
വീട്ടുകാരുടെ സംരക്ഷണം ഉറപ്പാക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ RBD ആക്ട് അനുസരിച്ച് 7 ദിവസത്തിനകം ഡോക്ടർ കണ്ടാൽ മാത്രമേ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ ഇത് പലപ്പോഴും തെറ്റിച്ചിട്ട് നമ്മുടെ ആൾക്കാര് ഈ ഡോക്ടറെ വന്ന് കണ്ട് സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത് കുടുംബനാഥൻ, അത് കൗൺസിലർ, വിശ്വസ്തരായിട്ടുള്ള നെയ്ബേഴ്സ് ഇവരുടെ സഹായത്തോടു കൂടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വീട്ടിലുള്ള മരണങ്ങൾ, ക്യാൻസർ രോഗികൾ, കിടപ്പ് രോഗികൾ, അങ്ങനെ ദീർഘകാലമായിട്ട് അസുഖമുള്ളവരുടെയൊക്കെ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നത് ഡോക്ടർ മുഖേനയല്ല. അത് അയൽക്കാരും അവരുടെ വാർഡ് മെമ്പറും കൂടി തീരുമാനം എടുത്തിട്ട് അത് ചെയ്യുക. കാരണം അവർക്ക് അത് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കാരണം ആരെയും കൊലപ്പെടുത്തിയിട്ടില്ല, അപായപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അവഗണിച്ച് അല്ലെങ്കിൽ ഇൽ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ ഇതില് ഈ 2 വിധത്തിലും ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ പ്രശ്നമാണ്. അത് കൂടാതെ ഇദ്ദേഹത്തിന്റെ നാട്ടുകാര് മരണത്തില് കുറച്ചു പേരാണെങ്കിലും സംശയം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഇദ്ദേഹത്തിന്റെ മരണകാരണം സമയത്തേക്കാൾ അധികം മരണകാരണം സ്വാഭാവിക മരണമാണ് എന്നുള്ളത് ഉറപ്പിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാവുള്ളൂ. അതായത് ഇദ്ദേഹത്തിന്റെ ജീവിതം അവസാനിച്ചു എന്ന് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ഡോക്ടർ, ഇവിടെ 5 ദിവസമായി ഇങ്ങനെ ഈ സമാധി എന്ന് ഇവർ പറയുന്ന ഈ കോൺക്രീറ്റിനകത്ത് ഇട്ടിട്ട്, അപ്പം ഇനി പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നാൽ എങ്ങനെയാണ് അതിന്റെ രീതികൾ എന്താണ്? ഇതില് മിക്കവാറും ഇദ്ദേഹത്തിന്റെ മരണം സ്വാഭാവിക മരണമാണെന്നാണ് ഇപ്പോ വരെയുള്ളതിന്റെ സൂചന. അസ്വാഭാവിക മരണം എന്നുള്ളത് ഒരു ആരോപണം മാത്രമാണ്. സ്വാഭാവികമായിട്ട് പ്രായം ചെന്ന ഒരാൾ മരിച്ചതും അവരുടെ കുടുംബ ബന്ധുക്കൾ ഇദ്ദേഹത്തിന്റെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞു വെച്ചത് കൊണ്ടും അച്ഛനെ അമിതമായിട്ട് വിശ്വസിച്ച ഒരു കുടുംബമായതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ മരണത്തിന് ഇങ്ങനെ ഒരു ടെക്നിക്കൽ ലാംഗ്വേജിൽ പറയുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അസ്വാഭാവിക മരണം എന്നുള്ള സൂചനകളൊന്നും ഇന്നേ വരെ കേട്ടിട്ടില്ല, ഇതിലൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് അതിന്റെ ഒരു പ്രൊസീജിയർ മാത്രമാണ്. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇത് സർട്ടിഫൈ ചെയ്ത് കിട്ടാവുന്ന കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ടുള്ള ചേഞ്ചസ് മാത്രമാണ് ഉണ്ടാവാനുള്ള സാധ്യത. ഈ കല്ലറയ്ക്കുള്ളിൽ ഇടയ്ക്ക് മരിച്ചു എന്ന് പറയുന്നത്. രണ്ടാമതൊരു കാര്യമുള്ളത്, ഒരു സസ്പെൻഡഡ് ആനിമേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. മരണത്തിന് തൊട്ട് മുമ്പാട് ജീവപ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഇല്ലാതായിക്കൊണ്ട് മരണമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോയിട്ട് മരണത്തിലേക്ക് പോവുക. ഒരു പ്രൊട്രാക്റ്റഡ് ഡെത്ത്, പെട്ടെന്ന് മരിക്കുന്നതിന് പകരം കുറച്ചു നേരം ദീർഘമായ അബോധാവസ്ഥയിൽ ചലനങ്ങളില്ലാതെയും ബോധമില്ലാതെയും ഹൃദയപ്രവർത്തനങ്ങളൊക്കെ വളരെ മന്ദീഭവിച്ചും ഒക്കെ കിടക്കുന്ന ഒരു ഒപ്പോസം ഫെനോമിനൻ അല്ലെ ഒരു സസ്പെൻഡഡ് ആനിമേഷൻ. അതെ, അത് അദ്ദേഹത്തിന് ആ സമയത്ത് ചികിത്സ തേടാമായിരുന്നു. പക്ഷെ രക്ഷപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം മരണത്തിന് തയ്യാറെടുപ്പ്. അതെ, ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്ന ഇപ്പൊ ഈ ബോഡി ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനാകുമോ, ഇല്ലെങ്കിൽ അവിടെ തന്നെ നടത്തേണ്ട അവസ്ഥയിലായിട്ടുണ്ടാവോ ഡെഡ് ബോഡി? മോർട്ടം അത് കലക്ടറും എടുക്കുന്ന തീരുമാനമാണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനത്തിനോട് അത് സഹായിച്ചു കൊടുക്കേണ്ടതാണ് പോലീസിന്റെയും മറ്റു ഉദ്യോഗസ്ഥർ. അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹം വിളിച്ചാൽ അവിടെ പോകണം. മോസ്റ്റ് പ്രോബബ്ലി ഇദ്ദേഹത്തിന് അവിടെ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നതനുസരിച്ച് കേരളത്തില് കൊല്ലം സെഷൻസ് കോടതിയുടെ ഒരു ഉത്തരവ് ആണ് കേരളത്തിൽ ഫോളോ ചെയ്യുന്നത്. എവിടെയെങ്കിലും വെച്ച് കീറി പൊളിക്കുന്നതിനെ ഇന്ന് നമ്മൾ ഓട്ടോപ്സി എന്ന് വിളിക്കുന്നില്ല. മൃതദേഹം ആദരപൂർവം അദ്ദേഹത്തിന് അർഹതപ്പെട്ട പോസ്റ്റ്മോർട്ടം ടേബിളിൽ തന്നെ വെച്ചിട്ട് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നതായിരിക്കും ഉചിതം എന്നാണ് എന്റെ ഒരു തോന്നൽ. കാര്യമില്ല, അദ്ദേഹം കലക്ടർ എടുക്കുന്ന തീരുമാനമാണ് ഫോളോ ചെയ്യേണ്ടത്. ശരി, മനസ്സിലായി. താങ്ക് യു ഡോക്ടർ. ശ്രീ കെ സാമൻ വീണ്ടും ചേരുന്നുണ്ട്. സാർ, ഇവിടെ ഇതാണ് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ലംഘിക്കപ്പെട്ടു. അതായത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നിപ്പോൾ പോലീസ് അവിടെ എത്തുകയും പിന്മാറേണ്ടി വന്ന ഒരവസ്ഥയെക്കുറിച്ചായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനാണോ ഈ കേസിൽ സാധ്യത? അത് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ളൊരു സാധ്യത താങ്കൾ നിലവിൽ കാണുന്നുണ്ടോ? ഇല്ല, ഇനിയിപ്പം പോലീസും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും.
കുറച്ചുകൂടെ അവർ കോൺഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് അവർ പിന്നോട്ട് വലിഞ്ഞല്ലോ. പിന്നോട്ട് മാറാൻ്റെ കാരണം അവിടെ പ്രശ്നം ഉണ്ടാകണ്ട എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ അഭിപ്രായത്തില് അവര് സമാധിയായ സ്ഥലത്ത് തന്നെയാണ് അവർ സാധാരണ പോസ്റ്റ്മോർട്ടം ചെയ്യുള്ളൂ. അല്ലാതെ സാധാരണ എക്സ്ഹ്യൂമേഷനൊക്കെ അവിടെ വെച്ച് തന്നെ ചെയ്യുന്നതാണ് പതിവ്. ഒരിക്കലും ചുരുക്കം ചില സമയത്ത് മാത്രമാണ് നേരെ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കും മാറ്റാറുള്ളത്. അല്ലെ അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് തിരിച്ച് വീണ്ടും അവിടെ തന്നെ കല്ലറ തന്നെ അടക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഞാനിതിന്റെ നിയമത്തിന്റെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ സാർ. നമ്മൾ ഓരോ ക്രൈം കഴിയുമ്പോഴാണ് ആ നിയമം മാറ്റണം ഇല്ലെങ്കിൽ തിരുത്തണം എന്നൊക്കെയുള്ള വലിയ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ ഇത്രയധികം നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു, അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഈ അന്ധവിശ്വാസ നിരോധന നിയമം നമ്മൾ ഒരുപാട് കാലമായിട്ട് ചർച്ച ചെയ്യുന്നു. പക്ഷേ ഒരു സർക്കാരുകൾക്ക് ഇത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അതിലേക്ക് കൂടി ഈ കേസുകൾ വരുമ്പോൾ മാത്രമാണ് ശ്രദ്ധ പോകുന്നത്. അതിൽ മാറ്റം ഉണ്ടാകണം ഇല്ലെങ്കിൽ നടപ്പാക്കണം എന്നൊരു അഭിപ്രായം സാറിനുണ്ടോ? നിയമത്തിന്റെ പരിരക്ഷ അത് എത്രത്തോളം ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ? അത്രയധികം ക്രൈമുകൾ കൂടുകയാണല്ലോ. ഈ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. ഓരോരുത്തരും കാര്യത്തില് അതിഭയങ്കരമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ അതങ്ങനെ നമുക്ക് ഈ കാര്യത്തിൽ ഇപ്പൊ എടുക്കുന്നത് ശരിയല്ലെന്ന് എന്റെ അഭിപ്രായം. കാരണം ഇവിടെ ഇപ്പൊ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ഒരു വിശ്വാസം എന്താണെങ്കിലും അത് മുന്നോട്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംഹിത എന്നുള്ളത് സ്വാമി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ആണെങ്കിലും അത് പാലിച്ചേ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് യാതൊരു വിധത്തിലുള്ള ഇളവ് അതിൻ്റെ അകത്ത് കിട്ടുന്നതല്ല. ഇപ്പം നമുക്കറിയാം, ഇത് തന്നെ ഇത്രയും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ധാരാളം അനുയായികൾ ഉണ്ടാകുമായിരിക്കും. അനുയായികൾ വന്ന് ഒരു അനുയായികളോട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതിന് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആരും ചോദിക്കാനും പറ്റത്തില്ല. നേരെ മറിച്ച് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അതല്ല ഇപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നതല്ലേ. ഞങ്ങള് ഇപ്പം ഇവിടെ ഇന്നാണ് അവരുടെ മക്കളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നവർ പറയുന്നു. അപ്പൊ പോലീസ് കേസൊക്കെ രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം ഒക്കെ നടത്തി തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി സംശയം നിൽക്കുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള കുടുംബക്കാർക്കും വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അല്ലെങ്കിൽ നാളെയും ഒരു മറ്റന്നാളും അവരുടെ തലമുറയിലും ഇതൊരു പ്രശ്നമായിട്ട് നിൽക്കും. ഇതിപ്പം അതൊരു ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ അവരുടെ മക്കള് തന്നെ എങ്ങനെ ഇത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, പല ആൾക്കാരും അറിയാം, അവർ പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് പറഞ്ഞ് വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് നടത്തണം, ഇത് നടത്തിയാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എന്താന്നുള്ളത്. അല്ലെങ്കിൽ നാളെ ഒരു സംശയം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഇത് ക്ലിയർ ആകും എന്ന് പ്രതീക്ഷിക്കാം. സമയത്തിന് പ്രശ്നം കൊണ്ടാണ് സർ ഞാൻ ഇടപെടുന്നത്. നന്ദി ശ്രീ കെ സൈമൺ, ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. ഇടവേള.